ഇപ്പം ഞാൻ ഈ ഒറീസയിൽ ഋതങ്കിയായി താമസിച്ച സമയത്ത് ഇതുപോലെ അനുഭവിക്കുണ്ടായി. ഒരു സ്ത്രീ 2-3 പേര് കൂടി എടുത്തുകൊണ്ട് അവിടെ വന്നു. അവിടെ പല്ലൊക്കെ അങ്ങനെ ചേർന്നിരിക്കുക, അവർ കണ്ണൊക്കെ തുറന്നിരിക്കുകയാണ്. പക്ഷേ ഷീ ഈസ് ഓൾമോസ്റ്റ് ഒരു ഡൈയിങ് സ്റ്റേജിലാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താ വന്നേ? എന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതാണ്. ദൂരേന്നും കൊണ്ടുവരികയാണ്, എടുത്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ഞാനവിടെ താമസിക്കാൻ പോയപ്പോൾ ജോൺ മത്തായി പാസ്റ്റർ കുറച്ച് ഗ്ലൂക്കോസും ഒക്കെ തന്നു വിട്ടു. കാര്യം അവിടെ ചെന്ന് വല്ലതും കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഗ്ലൂക്കോസൊക്കെ കലക്കി കുടിക്കണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നു വിട്ടത് എന്നോടുള്ള സ്നേഹം കൊണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ കുറച്ച് ഗ്ലൂക്കോസ് വെള്ളമൊക്കെ ഈ സ്ത്രീക്ക് കൊടുക്കാൻ വേണ്ടി ഗ്ലൂക്കോസിന് ഒക്കെ കലക്കി വെള്ളമൊക്കെ എടുത്ത് സ്പൂണും കൊണ്ടൊക്കെ കൊടുത്ത് അവർക്ക് കൊടുത്തപ്പോഴാണ് മനസ്സിലാകും അവർക്ക് വെള്ളം ഇറങ്ങുന്നില്ല. അതുകൂടെ കണ്ടതോടെ എൻ്റെ ഇടപാട് തീർന്നു. വെള്ളം ഇറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇനി ഇത് രക്ഷപ്പെടത്തില്ല. എന്നാൽ ഞാൻ പറഞ്ഞു, പിന്നെ ആശുപത്രി കൊണ്ടുപോകും. പക്ഷേ അവർ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ആശുപത്രി കൊണ്ടുപോകാനല്ല ഞങ്ങൾ വന്നത്. ഞാൻ പറഞ്ഞു, പൈസ വേണേ തരാം. അതിനല്ല ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കാനാ. ഞാൻ വെറുതെ പറഞ്ഞത് എന്താ അതുപോലെ സംഭവിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആശുപത്രി കൊണ്ടോ, പൈസ വേണമെങ്കിൽ ഞാൻ തരാം. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ ആശുപത്രി പോകാൻ വന്നതല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞാനെന്ത് പ്രാർത്ഥിക്കുന്നു? അപ്പോൾ എനിക്ക് അതിനേക്കാൾ വലിയ പ്രശ്നം, അന്നാണെങ്കിൽ നമുക്കിവിടെ സ്ഥലമൊന്നുമില്ല, വല്ല ഇത് ചത്തുപോയി കഴിഞ്ഞാൽ എവിടെ കൊണ്ട് കുഴിച്ചിട്ട്, അതൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് സെമിത്തേരി എവിടാ എന്നൊക്കെ മനസ്സിലാലോചിക്കുന്നു. പിന്നെ എൻ്റെ ഭാഷ അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കറിയത്തില്ല ഇത് ശരിയാവുമെന്ന് എനിക്ക് ഒരു ബോധ്യവും ഇല്ല. ഇതേപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചത്. പിന്നെ നീ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എന്നൊക്കെ പ്രാർത്ഥിച്ച് അവർക്കൊന്നും മനസ്സിലായില്ല. അവർ ചിന്തിച്ചത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് വരിക എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത്. ഒന്നും അറിയത്തൊന്നുമില്ല. അപ്പം ഞാനിതെല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പോയി. 3-ാമത്തെ ദിവസം ഒരു മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിംഗ് നടന്നപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ തന്നെ കയറി വരുന്നു. ഭർത്താവ് തന്നെ കയറി വരുന്നു. അപ്പോൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാനിപ്പോഴത്തെ മുറിയിൽ ഇരിക്കുക. എന്നിട്ട് തെറി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിന്റെ ഭാര്യ എന്ത് ചെയ്യേ? അവൾക്ക് എണീറ്റോ? ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. എന്നെ ചോദിച്ചു, എണീറ്റോന്നോ? അവളല്ലേ അവിടെ പോയിരുന്നു ആരാധിക്കുന്നതെന്ന്. ഓൺ ദ തേർഡ് ഡേ, 2 ദിവസം 3, അതായത് മിനിഞ്ഞാന്ന് വെള്ളം ഇറങ്ങാതിരുന്ന പാർട്ടി മുന്നേ പോയിരുന്ന നല്ല അടിപൊളി ആരാധന, നമ്മുടെ ഭാഷ പറഞ്ഞാൽ അടിപൊളി ആരാധന. അപ്പൊ എന്ത് ഇതിനകത്ത് സംഭവിച്ചത്? അവരുടെ സിമ്പിൾ ഫെയ്ത്ത് ആണ്, അല്ലാതെ അവർ 4-ാം മണ്ഡലത്തിൽ കയറിയിട്ടൊന്നും അല്ല ഇതൊന്നും നടന്നു പോകുന്നു. സോ വാട്ട് ഈസ് നീഡഡ് ഈസ് സിമ്പിൾ ഫെയ്ത്ത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ അത്തി ഉണങ്ങി കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ചാടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ സിമ്പിൾ ഫെയ്ത്ത് ഉള്ളവന് എന്ത് ചെയ്യും? അവൻ എന്ത് പറഞ്ഞാലും അവന് നടക്കും. സിമ്പിൾ ഫെയ്ത്ത്. അല്ലാതെ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇരുന്ന് ഒരുക്കി ഒന്നും ഉണ്ടാക്കിയെടുക്കുന്നൊന്നുമല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ട്രസ്റ്റിംഗ് ഇൻ ഗാഡ്. ട്രസ്റ്റിംഗ് ഇൻ ഗാഡ് മീൻസ് ട്രസ്റ്റിംഗ് ഇൻ ഗാഡ്സ് എബിലിറ്റി ആൻഡ് ഹിസ് ക്യാരക്ടർ. അവൻ്റെ കഴിവിലും അവൻ്റെ സ്വഭാവത്തിലുമുള്ള ബോധ്യമാണ് നമ്മളെ സിമ്പിൾ ഫെയ്ത്തിലേക്ക് നയിക്കുന്നത്. സിമ്പിൾ ഫെയ്ത്ത്. ആഫ്രിക്കക്കാരൻ്റെ കാര്യത്തിൽ അതാണ്, അവന് സിമ്പിൾ ഫെയ്ത്ത് ആണ്. ദേ ആർ സിമ്പിൾ പീപ്പിൾ. ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം നമ്മൾ സിമ്പിൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നു. സിമ്പിൾ. അങ്ങനെ ആ സിമ്പിൾ ആകാനുള്ള ഒരു മാർഗ്ഗമാണ്. ചിലപ്പോൾ ഞാൻ തമാശയായിട്ട് ഓർക്കുന്നുണ്ട്, അവൻ എൻ്റെ നാവിലൊരു പുതിയ പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഈ പാട്ട് പാടുന്ന ആൾക്കാരാരാ? മോസ്റ്റ്ലി പാട്ട് പാടുന്നത്, അല്ലെങ്കിൽ പാട്ട് മനസ്സിലുള്ളവൻ. കള്ളത്തൊണ്ടേ പാടുന്നവനൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അത് പിന്നെ ആർക്ക് വേണമെങ്കിലും പാടാം, അതല്ല ഞാൻ പറഞ്ഞത്. സന്തോഷമുള്ളവനും സിമ്പിളായിട്ടുള്ളവനുമാണ്. ഈ ആഫ്രിക്കൻസിൻ്റെ പ്രത്യേകത അതാണ്. അവൻ, എനിക്ക് അറിയാൻ മേല, ഏത് ഗ്രാമത്തിൻ്റെ ഉള്ളിൽ പോയി ആരെങ്കിലും ഒരു പാട്ട് മൂളിയാൽ ഉടനെ തന്നെ 4 പാർട്സും കൂടെ 4 ഇടത്തു നിന്ന് ആൾക്കാർ പാടുന്ന കേൾക്കാം. അവൻ ഇൻസ്ട്രുമെൻസും വേണ്ട, ഒന്നും വേണ്ട. എന്തോരും ആ ലെയറൊക്കെ എടുപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിരണ്ടു പോകും. അവൻ സമരം ചെയ്താലും പാട്ട് പാടും. അവൻ ആൾക്കാർ മരിച്ചാലും പാട്ട് പാടും, ജീവിച്ചാലും പാടും. ദേ ആർ സിമ്പിൾ പീപ്പിൾ. സിമ്പിൾ പീപ്പിളെ പാട്ട് പാടത്തുള്ളൂ. പ്രകൃതിയിൽ തന്നെ അതാ. പ്രകൃതിയിൽ പാട്ട് പാടുന്ന ആരാ? ഏതെങ്കിലും കടുവ പാട്ട് പാടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സിംഹം പാട്ട് പാടി കേട്ടിട്ടുണ്ടോ? അതിനൊന്നും പാട്ട് പാടാൻ പറ്റത്തില്ല. പാട്ട് പാടാൻ പറ്റുന്നതാണ് കുയില്, വാനമ്പാടികൾ. സിമ്പിൾ ബീയിങ്. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നമ്മൾ സിമ്പിൾ ആകണമെന്നാണ്. സിമ്പിൾ ആകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഫെയ്ത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണമെങ്കിൽ അതിൻ്റെ പ്രീ റിക്വസിറ്റ് എന്താണെന്ന് അറിയാമോ? നമ്മൾ സിമ്പിൾ ആകണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ആധുനിക സമൂഹത്തിൽ ആളുകൾക്ക് ഫെയ്ത്ത് ഇല്ലാത്തത്. ആധുനിക സമൂഹത്തിൽ ആളുകൾ സിമ്പിൾ അല്ല, ആളുകൾ ഭയങ്കര കോംപ്ലക്സ് ആണ്. അവർ ഭയങ്കര കോംപ്ലക്സ് ബീയിങ്സ് ആണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് നമുക്ക് 1000 കൂട്ടം കാര്യങ്ങളുണ്ട്. നമുക്കിങ്ങനെ സിമ്പിളാകാൻ പറ്റുന്നത് ഇല്ലേ? അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു വലിയ മോചനമാണ് വാസ്തവത്തിൽ ആവശ്യം. അതാ കർത്താവ് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ. ശിശുക്കളുടെ പ്രത്യേകത എന്താണ്? ദേ ആർ സിമ്പിൾ. ആ സിംപ്ലിസിറ്റി അതൊരു ഭയങ്കര ഡിസിപ്ലിനാണ്. എന്താ ഡിസിപ്ലിൻ? ദ ഡിസിപ്ലിൻ ഓഫ് എ ചൈൽഡ് ഹാർട്ട്. ദ ഡിസിപ്ലിൻ ഓഫ് എ ചൈൽഡ് ഹാർട്ട്. ഡിസിപ്ലിനെ കുറിച്ചുള്ള നല്ല പുസ്തകങ്ങളിലൊന്നും പറയുന്നത് റിച്ചാർഡ് ഫോസ്റ്ററിൻ്റെ സെലിബ്രേഷൻ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന പുസ്തകമാണ്. വേറൊരു നല്ല ബുക്ക് ഞാൻ കണ്ടത്, അത് കുറച്ചുകൂടെ ഡീപ്പാണ്. അത് ഓസ്വാൾഡ് ചേംബേഴ്സിൻ്റെ ക്രിസ്ത്യൻ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ബുക്കാണ്. അതിനകത്ത് ഡിസിപ്ലിൻസ് പലത് പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഡിസിപ്ലിനാണ് ദ ഡിസിപ്ലിൻ ഓഫ് എ ചൈൽഡ് ഹാർട്ട്. നമ്മൾ വേദോസം വായിച്ചു നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡിസിപ്ലിനായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അതാണ് ശരിക്കും പറഞ്ഞ ഡിസിപ്ലിൻ. എന്താണ്? നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല. വാട്ട് ഈസ് നീഡഡ് ഈസ് വി നീഡ് ടു ബി സിമ്പിൾ ഇൻ അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയം സിമ്പിൾ ആയിരിക്കും. അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സംശയിക്കാതെ
യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നതാണ്, സംശയിക്കാതെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. സംശയിക്കാതെ. അത് ദൈവം കേൾക്കും, നാച്ചുറലി കേൾക്കും. അത് സംഭവിക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ വലിയ എക്സൈറ്റ്മെന്റോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. സൈർ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യമാണ്, വളരെ പട്ടിണി കിടക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു മിഷണറിയുടെ ഒരു സ്റ്റോറി ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. ഒരു മിഷണറി സ്ത്രീയാണ്, അവരെ ഒരു പിള്ളേരെ എടുത്ത് വളർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് നടത്തുന്നത്. ഒത്തിരി പിള്ളേരുണ്ട്. ആ പിള്ളേരെല്ലാം ഇവരെ വിളിക്കുന്നത് മമ്മി എന്നാണ് വിളിക്കുന്നത്, അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് അനാഥരായ പിള്ളേരൊക്കെ ഇവർ സ്വീകരിക്കുന്നത് കൊണ്ട് പല സമയത്തും സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ഒത്തിരി അനാഥ പിള്ളേരെ വഴി നോക്കി കിട്ടും. നമ്മുടെ അമ്മത്തൊട്ടിൽ പോലെയൊക്കെ ഉള്ള ഇതെല്ലാം കിട്ടും. ഒരു ദിവസം ഇവർ നോക്കിയപ്പോഴത്തേക്ക് ഇവരുടെ മിഷൻ ഹോമിൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുക. പക്ഷേ അപ്പോൾ ജനിച്ച ഒരു കുഞ്ഞ് അതിനടുത്ത് തന്നെ ആ ശവത്തിൻ്റെ മുല കുടിച്ച് കിടക്കുകയാണ്. ആൻഡ് ഓൾസോ അതിൻ്റെ മൂത്ത ഒരു കൊച്ച്, 2 വയസ്സുള്ള ഒരു കൊച്ച് ഭയങ്കര കരച്ചിലും. അതിനെന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്തോ നടന്നെന്നുള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ ജനിച്ച കുഞ്ഞാണ്. ഇപ്പോൾ സൈർ എന്ന് പറയുന്ന ഒരു പട്ടിണി രാജ്യമാണ്. ഈ ആഫ്രിക്കയിലെ പല കൺട്രീസിനും അങ്ങനെയുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇവർ പറഞ്ഞ അവർ എഴുതിയ ഒരു കാര്യമാണ്, അവിടെ നടന്നൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇവർ പെട്ടെന്ന് ഈ കുഞ്ഞിനെ എടുത്തു. പക്ഷേ ഇതിന് ശരിക്കും ഒരു പ്രീമച്യൂർ കൊച്ചു പോലുള്ള ഒരു കൊച്ചാണ്. അപ്പോൾ ഇതിനെ ഇടാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ചൂട് കൊടുക്കാനായിട്ട് അവർക്കൊരു ഹോട്ട് വാട്ടർ ബാഗ് വേണം. പക്ഷേ ഇവരുടെ കയ്യിൽ ഒരു ഹോട്ട് വാട്ടർ ബാഗ് ഇല്ല. എന്ന് തന്നെയല്ല, ഈ കൊച്ചു കിടന്ന് ഭയങ്കര കരച്ചില്ല. അപ്പം ഇവർ ചിന്തിച്ചു, എന്തോ ചെയ്യാനാ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഉദാഹരണം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, കാറിൻ്റെ കീ അകത്തിട്ടേച്ച് പോയ പോലെ. വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞുങ്ങളെല്ലാം വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു കൊച്ചിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ. ഒരു കൊച്ചാ. അവൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ കുഞ്ഞിൻ്റെ കാര്യം നീ മനസ്സിലാക്കിയല്ല. മമ്മ പറയുന്നത് ഈ കുഞ്ഞിന് ഹോട്ട് വാട്ടർ ബാഗ് കിട്ടിയില്ലെങ്കിൽ കൊച്ചു മരിച്ചു പോകുമെന്ന. പക്ഷേ ഹോട്ട് വാട്ടർ ബാഗ് ഇവിടെ ഇല്ലല്ലോ. അതൊന്നും വാങ്ങിക്കാനൊന്നും കിട്ടത്തില്ല. സൈഡിൽ അതൊന്നും വാങ്ങിക്കാനൊന്നും കിട്ടത്തൊന്നുമില്ല. അത് കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് അവർക്ക് യാതൊരു ബോധ്യമില്ല. അപ്പോൾ ആ സമയത്താണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നീ ഒരു ഹോട്ട് വാട്ടർ ബാഗ് ഞങ്ങൾക്ക് തരണേ. അത് കൊടുത്താൽ ഇപ്പം തന്നെ തരണേ, പിന്നെ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കൊച്ചു പ്രാർത്ഥിക്കുക, അത് കൊടുത്താൽ ഇപ്പം തന്നെ തരണേ, ഈ പിന്നെ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ അത് കൊടുത്തു വിടുന്ന കൂട്ടത്തിൽ ഇതിന് മൂത്ത കൊച്ചു ഭയങ്കര കരച്ചിലാണ്, കർത്താവേ അതിനൊരു പാവയെ കൂടെ തന്നു വിടണേ. ഓക്കെ, കൊച്ചു പ്രാർത്ഥിച്ച. ഇവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു കൊറിയർ സർവീസുകാരൻ വന്നിട്ട് പറഞ്ഞു, ഇവരുടെ പേരിൽ ഒരു വലിയ പാഴ്സൽ വന്ന് കിടപ്പണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞത്, നോർമലി പാഴ്സൽ അവിടെ വരുന്നത് ഇവർ ഓർഡർ ചെയ്യുന്ന മെഡിസിൻസ് ആണ്. മെഡിസിൻ അവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് സൈഡിൽ മെഡിസിൻസ് ഒന്നും. അതുകൊണ്ട് ഇവർ ഓർഡർ ചെയ്യുന്ന മെഡിസിൻസ് ആണ് സാധാരണ രീതിയിൽ വരുന്നത്. അല്ലാതെ അവർക്കൊരു പാഴ്സൽ അവിടെ വരുന്നതേ ഇല്ല. അത് തന്നെയല്ല, ഒരു പാഴ്സൽ ഉണ്ടെങ്കിൽ 6 months എടുക്കും. കാർഗോയിൽ ഇപ്പോഴത്തെ കാലമല്ല, പണ്ടത്തെ കാലമല്ലേ. കാർഗോയിൽ ഇത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ 6 months എടുക്കും. ഇവർ പറഞ്ഞു ഇവരൊന്നും ഓർഡർ ചെയ്തില്ല, പിന്നെ എന്തോ വരാനാ, കാർഗോയിൽ വരാനെന്ന് ആലോചിച്ച് അവർ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ലണ്ടനിലെ ഒരു സൺഡേ സ്കൂൾ കുട്ടികൾ ഇവർക്ക് വേണ്ടി കളക്ട് ചെയ്ത സാധനങ്ങൾ 6 മാസം മുമ്പ് കയറ്റി വിട്ടതാണ്. 6 months മുമ്പായിട്ട് കയറ്റി വിട്ടതാണ്. അപ്പോൾ ഈ പാഴ്സൽ ഇവർ അറിഞ്ഞു പോലും ഇല്ല. കാര്യം ഇത് പെയ്ഡായിട്ട് കയറ്റി വിട്ടത്. ഇവരോട് ഇത് പറഞ്ഞൊന്നുമില്ല. ഇവരുടെ അഡ്രസ്സിൽ ഈ സൺഡേ സ്കൂളിൽ നിന്ന് കയറ്റി വിട്ടതാണ്. അപ്പോൾ ഈ പാഴ്സൽ വന്നപ്പോൾ പിള്ളേരോട് പറഞ്ഞു, മമ്മി ഓപ്പൺ ഇറ്റ്, അതിനകത്ത് മിക്കവാറും ഹോട്ട് വാട്ടർ ബാഗ് കാണും. ഉടനെ സൺഡേ സ്കൂൾ പിള്ളേർ കയറ്റി വിട്ടതിനകത്ത് എങ്ങനെയാണ് ഹോട്ട് വാട്ടർ ബാഗ് കാണുന്നത്? നോർമലി ഡ്രസ്സൊക്കെ ആയിരിക്കും കാണാൻ സാധ്യതയുള്ളൂ, വേറെ ഒന്നും കാണാൻ സാധ്യതയില്ല. പക്ഷെ ഇവർ തുറന്നു നോക്കിയപ്പോൾ കൈയിട്ടപ്പോൾ ആദ്യം കിട്ടുന്ന ഒരു ഹോട്ട് വാട്ടർ ബാഗാ. എന്തോ വീട്ടിലെ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട കൂട്ടത്തിൽ എന്തുകൊണ്ടുണ്ടായിരുന്നു ഒരു ഹോട്ട് വാട്ടർ ബാഗ്. അപ്പോൾ ആ കുഞ്ഞിന് ആവശ്യമുള്ള സാധനം അതായിരുന്നതുകൊണ്ട് അവർക്ക് ആ ഹോട്ട് വാട്ടർ ബാഗ് കിട്ടി. ഉടനെ പ്രാർത്ഥിച്ച കൊച്ചു പറയാം, മമ്മി ഹോട്ട് വാട്ടർ ബാഗ് കിട്ടിയാൽ അതിൻ്റെ കൂടെ പാവയും കാണും. ഇവർ നോക്കിയതുപോലെ ആ കരയുന്ന കുഞ്ഞിനൊരു പാവയും അതിനകത്തുണ്ടായിരുന്നു. ദാറ്റ് ഈസ് സിമ്പിൾ ഫെയ്ത്ത്. ആ കൊച്ചു ഏത് മണ്ഡലത്തിൽ കയറിയിട്ടാണ് ഇത് പ്രാർത്ഥിച്ചത്? ആ കൊച്ചിന് ഹോട്ട് വാട്ടർ ബാഗ് ആദ്യമായിട്ടായിരിക്കും കൊച്ചു കാണുന്നത്. അതിന് സ്വപ്നം കാണണമെങ്കിലും അതിൻ്റെ കളർ കാണണമെങ്കിലും ഒക്കെ എന്തൊരു പ്രയാസമായി പോയി. അതാകെ പറഞ്ഞത്, മമ്മി പറയുന്നു ഇത് ജീവിക്കണമെങ്കിൽ ഹോട്ട് വാട്ടർ ബാഗ് വേണമെന്ന്, നീ കൊടുക്കണം. ഇത്രേ ഉള്ളൂ. ദിസ് ഇസ് സിമ്പിൾ ഫെയ്ത്ത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇതിനെ ഒത്തിരി നമ്മൾ ഗൂഢമാക്കാനായിട്ട് പാടില്ല. വേദപുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മൾ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് നശിപ്പിക്കുകയാണ്. ഇതിനെ ആവശ്യമില്ലാതെ അതും ഇതും പറഞ്ഞ് എന്ത് കാര്യത്തിന്. ഇറ്റ് ഈസ് സോ സിമ്പിൾ. ഇത് മനസ്സിലാക്കാൻ എന്താ പാട്? ഇത് മനസ്സിലാക്കാൻ പാടുണ്ടാകുന്നതാണ് നമ്മുടെ പ്രശ്നം. ഇത് നമുക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ്? ഞാനും മാത്യു പറഞ്ഞപ്പോഴത്തെ കാര്യം പറഞ്ഞുകൊണ്ട്, കർത്താവേ ഇത് നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്ത് പറഞ്ഞ് കർത്താവ് സന്തോഷിക്കുന്ന ഒരു സ്റ്റേജ്. മാത്യു പറഞ്ഞത് അതാ. ഞങ്ങളൊരു സ്ഥലത്തെ കാര്യം പറഞ്ഞതാണ്. ഒരു സ്ഥലത്ത് നമ്മൾ PhD MTHകാരും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഞാനൊരു മെസ്സേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ കാര്യമൊന്നും അവരെ സ്പർശിച്ചില്ല. ഞാൻ എംഫസൈസ് ചെയ്യാതിരുന്ന ഒരു കാര്യം അത് അത്ര വലിയ കാര്യം അത് എല്ലാവരും പ്രസംഗിക്കുന്ന കാര്യമാണ്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞില്ല. ആ മെസ്സേജിനകത്ത് ആ ഭാഗം വായിക്കുന്നവരെല്ലാം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ പിന്നെ എന്തിനാ പറയുന്നത് വെച്ചാൽ അത് പറഞ്ഞില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എംഫസൈസ് ചെയ്തില്ല. പക്ഷേ they were all emphasizing that. അതല്ലാതെ അവരുടെ മനസ്സിൽ വേറെ ഒന്നും കയറത്തില്ല. അത് ആർക്കേ കയറത്തുള്ളൂ? ബുദ്ധി ഇല്ലാത്തവർക്ക് ഇത്
കയറത്തുള്ളൂ. സിമ്പിൾ പീപ്പിൾ. സോ വാട്ട് ഈസ് നീഡഡ് ഈസ് സിമ്പിൾ ഇൻ അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? വളരെ ഫെയ്ത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയും. സോ വി നീഡ് ടു പ്രേ ഇൻ വിത്ത് ഫെയ്ത്ത്. അതുകൊണ്ട് അവൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണം. അവൻ്റെ ഇഷ്ടം അറിയാൻ നമ്മൾ അവനിൽ വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അവൻ്റെ വചനം നമ്മളിൽ വസിക്കണം. മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. ഹൃദയം തകരാതെ പ്രാർത്ഥിക്കണം. 11-ാം അധ്യായത്തിൽ, ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൽ മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് എന്ത്? സ്നേഹിതൻ്റെ അടുത്ത് പിന്നെയും പോയി മുട്ടി പ്രാർത്ഥിക്കുന്നത്. എന്നാൽ 18-ാം അധ്യായത്തിൽ ആ വിധവയുടെ ഹൃദയം തകർന്നു പോയില്ല. അവളെന്ത് ചെയ്തു? മടുത്തുപോയില്ലെന്നുള്ളതിനേക്കാൾ ഉപരി ഇവൻ അനീതിയുള്ളവനാണ്, ഇവൻ എനിക്ക് ഇതൊരിക്കലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അവൾ മാറിപ്പോകുന്നില്ല. മറ്റവൻ ഒന്നുമല്ലെങ്കിൽ സ്നേഹിതൻ്റെ അടുത്താണ് ചെന്നത്. പക്ഷേ ഇവൾ ചെന്നത് സ്നേഹിതൻ്റെ അടുത്തല്ല എന്ന് ആലോചിക്കണം, ഇല്ലേ? അനീതിയുള്ള ഒരു ന്യായാധിപതിയുടെ അടുത്താണ്. അവൾ ഹൃദയം തകർന്നു പോകാതെ പ്രാർത്ഥിച്ചു. അതുപോലെ നമ്മുടെ പ്രാർത്ഥന ഹൃദയം തകർന്നു പോകാതെ പ്രാർത്ഥിക്കണം. സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥിക്കണം. നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. വി നീഡ് ടു പ്രേ വിത്ത് ഫെയ്ത്ത്. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. സിമ്പിൾ ഇൻ അവർ ഫെയ്ത്ത്. വി നീഡ് ടു ബി സിമ്പിൾ ഹാർട്ടഡ്. കർത്താവ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നതാണ്. കൂടെ മുകളിലേക്ക് കയറി ചിന്തിക്കാൻ പറ്റുന്നതായ ഒരു പ്രാർത്ഥനയുടെ സ്റ്റേജാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വീണ്ടും എന്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇനി നമുക്ക് വീണ്ടും കിടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, ഇതെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യം. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. നമ്മൾ അതിനകത്ത് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് അപേക്ഷിപ്പീൻ എന്ന് പറയുന്ന ഭാഗം അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമാക്കാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. എന്നാൽ അതിൻ്റെ ആ ഫസ്റ്റ് പാർട്ട്, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അവിടെ ആദ്യം പറയുന്നത് എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുക. ചോദിച്ചാൽ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തരും. അവൻ്റെ നാമത്തിൽ ചോദിക്കുന്ന സകല കാര്യങ്ങളും അവൻ നമുക്ക് നൽകി തരും. വി നീഡ് ടു ആസ്ക് ഇൻ ഹിസ് നെയിം. അവൻ്റെ നാമത്തിൽ വേണം നമ്മൾ അവനോട് ചോദിക്കാൻ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അല്ല. പ്രേ ഇൻ ഹിസ് നെയിം.